2022 ICT മെന്റർഷിപ്പിന്റെ മലയാളം വേർഷനാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടാകുക. നമ്മൾ ഇതുവരെ ഒരു 8 പാർട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡ് ആൻഡ് ലിങ്ക് കൊടുക്കാം, അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ മുകളിൽ ഞാൻ ഐ ബട്ടണിൽ നമ്മുടെ മാർക്കറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഫോറക്സ് മാർക്കറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ICTയുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് ഫോറക്സ് മാർക്കറ്റിന്റെ 2022 ICT മെന്റർഷിപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് എൻട്രി എടുക്കുക, ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ് എൻട്രി പോലുള്ള ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഡൗൺ സൈഡിൽ കൊടുക്കാം, ICTയുടെ തന്നെ. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നുണ്ടാവുക. ഈ ഒരു വീഡിയോ ഓൾമോസ്റ്റ് 1 hour ലെവലിലാണ് ICT ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 1 hour കൂടുതലുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ ഏതൊക്കെ ഹൈ ആണ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹൈ, ഏതൊക്കെയാണ് വീക്ക് ആയിട്ടുള്ള ലോസ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ഒരു കാണുന്ന ചാർട്ട് ഈമനി നാസ്ഡാക്ക് 100 ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എല്ലാം ഈ ഒരു ഗ്രീൻ ക്യാനിലോട്ട് ഈ ഒരു ലോ ടേക്കൻ ഔട്ട് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം, അതേപോലെ ട്രേഡ്സിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നിട്ടുണ്ട്. അതേപോലെ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സെറ്റപ്പ് ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ. ആ ഒരു വീഡിയോസ് ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് വരാം. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്ന സമയത്താണ് ഇവിടുന്ന് റിവേഴ്സലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പൊ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെയാണ് നമുക്കൊരു ലോങ് ടേം ഹൈ, അതൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ, ഒരു സ്റ്റോപ്പ് ലോസ് സേഫ് ആയിട്ട് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാന്നുള്ള കാര്യങ്ങളും അതേപോലെ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പോവാം. ഓക്കെ, 1 hour ലെവലിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഈ ഒരു ലെവലില്ല, ഈ ഒരു 2 റെഡ് ലൈൻ ആണ് ഈ ഒരു ലൈന്. ഇതിലെ 1 hour ഏരിയാസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്രീമിയം ഏരിയയിലേക്ക് വന്നിട്ടാണ് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിവേഴ്സലാണ് കാണേണ്ടത്. ഈ ഒരു റിവേഴ്സൽ സ്മോൾ ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, അതേപോലെ തന്നെ മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നാണ് ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. 1 hourലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്കൊരു ബൈ സൈഡ് എടുത്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു റണ്ണ് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഹയർ ടൈം ഫ്രെയിം ഉള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പോയിട്ട് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈ, ആ ഒരു ബൈ സൈഡ് എടുത്തിട്ടുള്ള ഹൈ ഒരു ലോങ് ടേം ഹൈ ആയിട്ട് നിൽക്കുന്നതാണ്. LTS എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ഹൈ ആണ്. ഇതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി തരാം. ഈ ഒരു ബൈ സൈഡ് എടുത്ത് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ലോങ് ടേം ഹൈ ആയിട്ട് എടുക്കുന്നതാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഡൗൺ സൈഡിലേക്ക് വന്നു. ഇവിടെ ഒരു ലോങ് ടേം ലോയും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ലോങ് ടേം ഹൈ ലോങ് ടേം ലോ ക്രിയേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകാം. ഈ ഒരു ലോങ് ടേം ഹൈയും ലോങ് ടേം ലോവും ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹൈസും ലോസും ആയിരിക്കും. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് റണ്ണ് കിട്ടി നമുക്ക് അവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം ഹൈ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ലോ ടേക്കൻ ഔട്ട് ചെയ്തിട്ടാണ് പ്രൈസ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മുടെ ഡയറക്ഷൻ ബെയറിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള ഓർഡർ ഫ്ലോ ആയിരിക്കും നോക്കുന്നുണ്ടാകുക, ബെയറിഷ് സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാകുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു ലോങ് ടേം ഹൈ ക്രിയേറ്റ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇവിടെ എങ്ങനെയാണ് ഒരു ലോങ് ടേം ലോ ക്രിയേറ്റ് ആയിട്ടുള്ളത്? ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നു, സെൽ സൈഡ് എടുത്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. അതേപോലെ ഇവിടെ നമുക്കൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഹൈ സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും ക്രിയേറ്റ് ആകുന്നുണ്ടാകുക? ഒരു 3 candlesticks ഫോർമേഷൻ ബേസ് ചെയ്തിട്ടാണ് ഒരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും ക്രിയേറ്റ് ആകുന്നുണ്ടാകുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എങ്ങനെയാണ് ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്രീൻ ക്യാനിൽ ഫോം ആകുന്നുണ്ട്, ഇവിടെ ഒരു റെഡ് ക്യാനിൽ ഫോം ആകുന്നുണ്ട്, ഇതിന്റെ താഴെ വീണ്ടും റെഡ് ക്യാനിൽ ഫോം ആകുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു റാ പോലുള്ളൊരു ഫോർമേഷനെയാണ് ഒരു സ്വിംഗ് ഹൈ എന്ന് പറയുന്നുണ്ടാകുക. അതേപോലെ ഇങ്ങനെയുള്ള ഒരു റിവേഴ്സലിനെയാണ് നമ്മളൊരു സ്വിംഗ് ലോ എന്ന് പറയുന്നത്. ഒരു 3 candlesticks ഫോർമേഷൻ ആയിരിക്കും നമുക്കൊരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ലോങ് ടേം ലോ ക്രിയേറ്റ് ആയത്? ഇവിടെ ലോങ് ടേം ഹൈ മനസ്സിലായി, ഇവിടെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയോണ്ടാണെന്ന് അല്ലേ. ഇവിടെ ഒരു ഷോർട്ട് ടേം ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഷോർട്ട് ടേം ഹൈ എന്താണ്? ഒരു ചെറുതായിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ട് ലോയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഹൈയും ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ.
അപ്പോൾ ഈ ഒരു ഷോർട്ട് ടേം ഹൈ ഇമ്പൾസീവായിട്ട് ബ്രേക്ക് ചെയ്ത സമയത്താണ് ഈ ഒരു ലോങ് ടേം ലോ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ലോങ് ടേം ലോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഷോർട്ട് ടേം ഹൈയെ ബ്രേക്ക് ചെയ്ത് പോയ സമയത്താണ് ഇവിടെ ഒരു ലോങ് ടേം ലോ ക്രിയേറ്റ് ആയത്. ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയ സമയത്താണ് ഇവിടെ ഒരു ലോങ് ടേം ലോ ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നുകൊണ്ട് തന്നെ. മനസ്സിലായോ എങ്ങനെയാണ് ഒരു ലോങ് ടേം ഹൈയും ലോങ് ടേം ലോയും ക്രിയേറ്റ് ആകുന്നതെന്ന്? നിങ്ങൾ ICTയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 1-2 തവണ ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല. ഒരു 1 hour വീഡിയോ ഒരു 3, 4, 5 തവണ കണ്ടാൽ മാത്രമേ മനസ്സിലായെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഹയർ ലെവലിലേക്ക് പോയ സമയത്ത് എങ്ങനെയാണ് ഇവിടെ ഒരു ലോങ് ടേം ലോ ക്രിയേറ്റ് ആയി നമുക്ക് മനസ്സിലായി. ഒരു ഷോർട്ട് ടേം ഹൈ ബ്രേക്ക് ചെയ്തു, അപ്പോൾ ഇവിടെ ഒരു MSS ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ലോങ് ടേം ലോ ആയിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താണ് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ളത്? നമുക്കറിയാം ഹൈ ടൈം ഫ്രെയിമിൽ ബെയറിഷ് ആയിട്ടുള്ളൊരു ഓർഡർ ഫ്ലോ ആണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കും ഒന്നും വാലിഡേറ്റ് ചെയ്തിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കലാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തിട്ട് ഹൈ ടൈം ഫ്രെയിമിനെ വിചാരിക്കണം ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കലാണെങ്കിൽ എവിടെ വെക്കും? നമ്മൾ ഈ ഒരു സ്വിംഗ് ഹൈ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. എന്തുകൊണ്ടാണ്? ഇതായിരിക്കണം നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹൈ ഉണ്ടാകുക. ലോങ് ടേം ഹൈ ആയിരിക്കും നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ ആയിട്ട് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പ്രൈസ് അപ്പ് സൈഡിലേക്ക് വന്നു. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു PDR ഉണ്ടോ? ഉണ്ടല്ലേ. ഇതൊരു റിജക്ഷൻ ബ്ലോക്കാണ്. ഈ ഒരു വിക്ക് റിജക്ഷൻ ബ്ലോക്കാണ്. ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നിന്നാണ് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന് ഡൗൺ സൈഡിലേക്ക് വന്ന് ഇവിടെ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ട് ലോ വന്ന്, അത് ഷോർട്ട് ടേം ഹൈ. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയിട്ട് ഒരു ഹൈയിലേക്ക് പോയി, ഇതൊരു ഷോർട്ട് ടേം ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഹൈ ആണ്. ഇത് ബ്രേക്ക് ചെയ്ത സമയത്ത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഹൈ ആണ്. ഓക്കെ, 3 candlesticks ഫോർമേഷൻ നോക്കുക. 1, 2, 3 ക്യാൻഡിലായി. അതൊരു സ്വിംഗ് ലോ ആണ്. 1, 2, 3 ക്യാൻഡിലായി. ഇതൊരു സ്വിംഗ് ഹൈ ആണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് ടേം ലോ ആണ്, ഇതൊരു ഷോർട്ട് ടേം ഹൈ ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഇന്റർമീഡിയറ്റ് ടേം ഹൈ എന്ന് പറയുന്നുണ്ടാകുക? ഈ ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ലോങ് ടൈം ഹൈന് ശേഷം പ്രൈസ് വീണ്ടും റിവേഴ്സ് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെഗിനെ നമ്മൾ പറയുന്നത് ഇന്റർമീഡിയറ്റ് ടൈം ഹൈ എന്നായിരിക്കും. ഓക്കെ, ഈ ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈ ഒരിക്കലും ഈ ഒരു ലോങ് ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന ഉണ്ടാവില്ല. അങ്ങനെ ബ്രേക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രേഡ് പ്ലാന് ഫെയിൽസ് ആണ്, ആ ഒരു ട്രേഡ് എക്സിക്യൂഷൻ ഫെയിൽ ആയെന്നാണ് അതിനർത്ഥം ഉണ്ടാകുക. നമ്മുടെ വ്യൂസും കാര്യങ്ങളും തെറ്റാനുള്ള ഡയറക്ഷൻ ചേഞ്ച് ആയെന്നുള്ളൊരു പ്രോബിലിറ്റിയാണ് ആ ഒരു ഏരിയയിൽ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈൻ്റെ ഒരു കാര്യം ആണ്. എന്തുകൊണ്ടാണ് ഇതിന് ഇന്റർമീഡിയറ്റ് ടൈം ഹൈ എന്ന് പറയുന്നത്? ഒരിക്കലും ഈ ഒരു ലോങ് ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യില്ല. അതിനുശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ടല്ലേ. ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് ഇവിടെ ഇന്റർമീഡിയറ്റ് ടൈം ലോ ആണ്, ഇവിടെ ഹൈ ആണ്, ലോ ആണ്. എന്തുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ടൈം ലോ എന്ന് പറയുന്നത്? ഇതിനെ ഇവിടെ ലോങ് ടേം ലോ ഉണ്ട്, ഇവിടെ ഇന്റർമീഡിയറ്റ് ലോ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ലോ എന്ന് പറയുന്നത്? ഇവിടെ നേരത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നു, ഇവിടെയും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇന്റർമീഡിയറ്റ് ടൈം ലോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഷോർട്ട് ടേം ഹൈയും ഷോർട്ട് ടേം ലോയും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അത് മൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇത്രയേ ഉള്ളൂ. ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നു, പ്രൈസ് അപ്പ് സൈഡിലേക്ക് വന്നു തന്നെ ഇതൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹൈ ആയിരിക്കും. ഇതിനെ നമ്മൾ പറയുന്ന പേര് ഇന്റർമീഡിയറ്റ് ടൈം ഹൈ ആയിരിക്കും. ഈ ഒരു ഇന്റർമീഡിയറ്റ് ഹൈ ഈ ഒരു ലോങ് ടേം ഹൈൻ്റെ മുകളിലോട്ട് പോകുന്നുണ്ടാവില്ല. പ്രൈസ് വീണ്ടും ഇവിടെ ഒരു ഷോർട്ട് ടേം ലോ ക്രിയേറ്റ് ആയി വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലേ. അങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡൗൺ സൈഡിലെ കാര്യം ഡിസ്കസ് ചെയ്യുന്നില്ല, അപ്പ് സൈഡിലെ കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി പ്രൈസ് വീണ്ടും അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലുള്ള ഇന്റർമീഡിയറ്റ് ടൈം ഹൈൻ്റെ മുകളിലോട്ടേക്ക് ഇനി നമുക്ക് റൺ എക്സ്പെക്ട് ചെയ്യാൻ ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു ഇന്റർമീഡിയറ്റ് ഹൈൻ്റെ മുകളിലോട്ടേക്ക് പോകില്ല. ലോങ് ടൈം ഹൈ ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആയി, ഈ ഒരു ഇന്റർമീഡിയറ്റ് ഹൈയും ഓൾറെഡി പ്രൊട്ടക്റ്റഡ് ആയി. പ്രൈസ് ഇനി ഈ ഒരു ഹൈൻ്റെ മുകളിലോട്ടേക്കും അതേപോലെ ഈ ഒരു ഷോർട്ട് ടൈം ഹൈൻ്റെ മുകളിലോട്ടേക്കും റിവേഴ്സ് വരില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതൊരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈ എന്ന് പറയുന്നത്? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്നതിനെ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ടൈം ഹൈ എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നൊരു ഹൈനെയാണ് നമ്മൾ
ഒരു ITH എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രൈസിന് ഒരിക്കലും ഇതിന്റെ മുകളിലോട്ടേക്ക് ഈ ഒരു ഷോർട്ട് ടേം ഹൈൻ്റെയോ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഹൈൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ വരില്ല. ഇൻ കേസ് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫെയിൽഡ് ട്രേഡ് ആണ്, നമ്മൾ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷം വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്ന സമയത്ത് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പ്രൈസ് വീണ്ടും ഈ ഒരു ഹൈ ക്രിയേറ്റ് ആകുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ഹൈ ക്രിയേറ്റ് ആകുന്ന സമയത്ത് ICT പറയുന്നത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഒരിക്കലും ഒരു അപ്സൈഡിലേക്കുള്ള ഒരു മൊമെന്റ് അല്ല, ഇതൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആണുള്ള ഒരു മൊമെന്റ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഹൈൻ്റെ മുകളിലോട്ടേക്ക് നമുക്കൊരു റണ്ണ് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് വീണ്ടും റിവേഴ്സ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിവേഴ്സിൽ കിട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ടൈം ഫ്രെയിമിന്റെ കൺഫർമേഷൻ ബേസ് ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ബെയർ സ്ട്രക്ചർ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിതൊരു ലോങ് ടേം ഹൈ ആണ്, ഇന്റർമീഡിയറ്റ് ടൈം ഹൈ ആണ്. നമുക്ക് ഈ ഒരു ഏരിയ എന്നുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ്, ഈ ഒരു ഏരിയയിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം, ഈ ഒരു ഏരിയയിൽ നിന്നും ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം, ഇവിടെ നിന്നും ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഒരു സ്വിംഗ് ഹൈ പ്രൊട്ടക്റ്റഡ് ആയിട്ട് മാറുന്നതെന്നും മാർക്കറ്റ് എങ്ങനെയാണ് ഒരു വീക്കനിങ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഡൗൺ സൈഡിലെ ലോങ് ടേം ലോ എന്തുകൊണ്ടാണ് ഫെയിൽ ആയിട്ടുള്ളത് എന്നുള്ള റീസൺ നമ്മൾ നോക്കാം. ഇവിടെ ലോങ് ടേം ലോ ആണ്, ഇന്റർമീഡിയറ്റ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഷോർട്ട് ടേം ലോ ക്രിയേറ്റ് ആണ്. ഒരിക്കലും ഇതിന്റെ താഴോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ കേസ് ഈ ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈ ഫെയിൽ ആയാലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇന്റർമീഡിയറ്റ് ലോ താഴെ ബ്രേക്ക് ചെയ്തു, നമ്മളെ വ്യൂ തെറ്റിയിട്ടുണ്ട്. ഓൾറെഡി ഹൈ ടൈം ഫ്രെയിമിൽ നമ്മുടെ ഡയറക്ഷൻ ബെയറിഷ് ആണ്. കണ്ടോ, ഈ ഒരു ഏരിയ നമുക്ക് ബെയറിഷ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബെയറിഷ് ബയാസ് നോക്കിയിട്ടുള്ളത്. എപ്പോഴും ബയാസും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും കൂടി റീവൈൻഡ് ചെയ്ത് ആ കാര്യങ്ങൾ കേൾക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, എന്നിട്ട് ICTയുടെ വീഡിയോ കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളുടെ ആ ഒരു മാർക്കറ്റ് വ്യൂവിനെയും കാര്യങ്ങളെല്ലാം മാറുന്നതാണ്. ഓൾമോസ്റ്റ് ICT 6 വർഷം കണ്ട് എടുത്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. മനസ്സിലാക്കി എടുത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും മാർക്കറ്റിലേക്ക് പോയിട്ട് ഈ ഒരു കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ. MSSും കാര്യങ്ങളെല്ലാം ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ എൻ്റെ ട്രേഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തൊട്ട് മുകളിലുള്ള ഒരു വീഡിയോ, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. 15 മിനിറ്റ്സിലേക്ക് പോവാം. അതിനു മുമ്പ് പുള്ളി ഒരു ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമുക്കൊരു സജഷനായിട്ട് തരുന്നതാണ്. ലോങ് ടേം സീക്രട്ട് ടു ഷോർട്ട് ടേം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ലാരി വില്യംസിന്റെ ഒരു ട്രേഡിംഗ് ബുക്കാണ്. ഞാൻ അതിന്റെ ലിങ്കും കൂടി ഡൗൺ സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ പോയിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. പുള്ളി ഒരു കമ്മോഡിറ്റി ട്രേഡറാണ്. അതേപോലെ 250 പേജ് സംതിങ് ആയിട്ടേ ഉള്ളൂ. അതേപോലെ ഈ ഒരു ഇന്റർമീഡിയറ്റ് ഹൈയും ഇന്റർമീഡിയറ്റ് ലോയും ഇതിന്റെ കാര്യങ്ങളും ലോങ് ടേം ഹൈയും ലോങ് ടേം ലോന്റെ എല്ലാം കാര്യങ്ങളും പുള്ളിയുടെ ഒരു റെഫറൻസ് ആയിട്ടാണ് ICT എടുത്തിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു 15 മിനിറ്റ്സിലേക്ക് പോവാം. 15 മിനിറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സെയിം ഇനി നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കാം. ഇനി ലോങ് ടേം ഹൈയും ഇന്റർമീഡിയറ്റ് ഹൈയും കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയി. വീണ്ടും നമുക്കൊരു ഡൗൺഫാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്റർമീഡിയറ്റ് ഹൈ ലെവൽസ് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. വീണ്ടും ഈ ഒരു ഹയർ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയെല്ലാം ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം? ഓക്കെ, ആ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അപ്പ് സൈഡിലേക്ക് വരുന്നുണ്ട്. അതേ സമയത്ത് നമുക്ക് ആ ഒരു ടൈമിംഗ് കൂടി നോക്കാം. നമുക്ക് 8:30ക്ക് ശേഷമായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. പ്രൈസ് അപ്പ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബുള്ളിഷ് ക്യാൻസ് എല്ലാം ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആക്കാനുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കണം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പ്രൈസ് അഗ്രസീവായി ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. അഗ്രസീവായിട്ട് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാമെന്ന് പുള്ളി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഓൾറെഡി നമുക്കറിയാം ഇതൊരു ഇന്റർമീഡിയറ്റ് ടേം ഹൈ ആണ്, ഇതൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹൈ ആണ്, ഇതിന്റെ മുകളിലോട്ടേക്ക് നമുക്ക് പോവില്ല എന്ന്. ഓക്കെ, കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ഒരു ക്ലാസ് നിങ്ങൾ കേട്ട് പോവുക, അപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് റെഡിയാവും. വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് ആ ഒരു ICTയുടെ ഒരു വീഡിയോ കൂടി ഞാൻ ഡൗൺ സൈഡിൽ കൊടുത്ത ലിങ്ക് വെച്ച് കാണുന്ന സമയത്ത് അതും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫാളിൽ എൻട്രി അഗ്രസീവായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. കൺഫർമേഷൻ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2022 മോഡലിൽ MSSS, ഫെയർ വാല്യൂ ഗ്യാപ്പ്, എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എന്നുള്ള രീതിയിൽ, ഡൗൺ സൈഡിലെ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ ലോ റിസ്ക് ഹൈ കൺഫർമേഷൻ ഷോർട്ട് എൻട്രി നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്.
ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ടാർഗറ്റ് ലെവൽസിലേക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഷോർട്ട് എടുത്തു ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഫിബ് റിട്രേസ്മെന്റ് യൂസ് ചെയ്തിട്ട് ടാർഗറ്റും കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇമീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ടാർഗറ്റ് ഈ ഒരു ഏരിയസിലേക്ക് കിട്ടി, നമുക്ക് ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് അറിയായിരുന്നു, ഞാൻ ഡെയിലി ടൈം ഫ്രെയിം എടുക്കാം, ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി അല്ലേ, ഈ ഒരു ഡൗൺ സൈഡ് വരെ നമുക്ക് ടാർഗറ്റ് കിട്ടുന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു ലെവൽസിൽ വരെ നമുക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഹൈസ് എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. ഇതിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൈസിലേക്ക് വരേണ്ട ആവശ്യമില്ല പ്രൈസിന്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോങ് റൺ ആയിട്ട് ആ ഒരു പ്രൈസ് മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഫിബ് ടൂൾ യൂസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു ലെഗ് ആയിരിക്കില്ല എടുക്കുന്നുണ്ടാകുക, ഈ ഒരു ഡിക്ലൈൻ ആയിട്ടുള്ള ലെഗ് ആയിരിക്കും. അതായത് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഹൈ ക്രിയേറ്റ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്ന ആ ഒരു ലെഗ് ആയിരിക്കും നമ്മൾ ഫിബ് യൂസ് ചെയ്തിട്ട് ഡ്രോ ചെയ്യുന്നുണ്ടാകുക. ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് 0.5 -1 -1.5 എന്നുള്ള ലെവൽസിൽ നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് 0.5 0.-1 എന്നുള്ള രീതിയിൽ നമുക്ക് ടാർഗറ്റ് ലെവൽസ് നോക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമുക്ക് ആ ഒരു ഫിബിന്റെ സെറ്റിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ നോർമലി 0.1 സെറ്റ് ചെയ്തിട്ടുണ്ടാവും, 0.5 ഉണ്ടാവും, 0.5 -1 -1.5 ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഡൗൺ സൈഡിലേക്ക് നമുക്ക് എക്സ്പാൻഷൻസ് കാണാൻ പറ്റും. ഈ ഒരു ലെവൽസിലേക്ക് വന്നിട്ടുള്ള റിയാക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് പ്ലാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അഗ്രസീവായുള്ള എൻട്രിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇവിടെ അഗ്രസീവായിട്ടുള്ള ഒരു എൻട്രി എടുത്തിട്ടുള്ളത്, 15 മിനിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ലോ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത്. ഓൾറെഡി നമുക്കറിയാം ഇതൊരു ഷോർട്ട് ടേം ഹൈ ക്രിയേറ്റ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഷോർട്ട് ടേം ഒരു ലോ ക്രിയേറ്റ് ആയിട്ട് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ആയി പ്രൈസ് വീണ്ടും അപ്പ് സൈഡിലേക്ക് പോയി ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈ ക്രിയേറ്റ് ആയിട്ടാണ് ഡൗൺ സൈഡിലേക്ക് വരുന്നത്. ഇനി പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഇമ്പൾസീവായി കിട്ടിയ സമയത്ത് ഇവിടെ നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിന്റെ ഹൈ സ്റ്റോപ്പ് ലോസ് വെക്കാനും ഡൗൺ സൈഡിലേക്ക് വരെ ടാർഗറ്റ് വെക്കാനും പറ്റുന്നതാണ്. അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈന്റെ മുകളിലും വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ 5 മിനിറ്റ്സിലേക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ സെയിം സ്ട്രക്ചർ തന്നെയാണ്, നമുക്ക് പുതുതായിട്ടൊന്നും സംസാരിക്കാനില്ല. ഇവിടെ നമുക്ക് നോക്കലാണെങ്കിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലേ. 5 മിനിറ്റ്സിൽ ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ട്, അതിനുശേഷം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നുണ്ട്, പ്രൈസ് വീണ്ടും ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരുന്നുണ്ട്, ഈ ഒരു കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസിലേക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ലോ റിസ്ക് ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നല്ല നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യം, മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ഹൈ, ഇന്റർമീഡിയറ്റ് ടൈം ഹൈ, ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോങ് ടേം ഹൈ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ ആയിരിക്കും. അതിനുശേഷം അതിന്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്ന റിയാക്ഷൻ, റിട്രേസ്മെന്റ് ആയിരിക്കും ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈ ഉണ്ടാകുക. അതിനുശേഷം ഒരു ഷോർട്ട് ടേം ലോ, ഇവിടെ കണ്ട ഒരു ഷോർട്ട് ടേം ലോ ക്രിയേറ്റ് ആയിട്ട് വീണ്ടും ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമില്ല, ഇതിന്റെ മുകളിൽ വെച്ചാൽ മതി. ഇതായിരിക്കും ഇനി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ ആണെന്നുണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിന്റെ വീഡിയോ ഞാൻ ICTയുടെ ഡൗൺ സൈഡിൽ കൊടുക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 1 hour സംതിങ് വരുന്ന ക്ലാസ് ആണ്. എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക, ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതേപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ട്രേഡിംഗ് സൈക്കോളജി എന്നെല്ലാം വെച്ച് പറഞ്ഞിട്ട് ഒരു സെറ്റപ്പ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈവ് ആയിട്ടുള്ള ട്രേഡാണ്. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ബൈ.